ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദ ഡെയിലി ലൈഫ് ഓഫ് ദി ഇമ്മോർട്ടൽ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ തേർഡ് എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് എൻ്റെ റിയൽ വോയിസിൽ ഇതിടുന്നത്, വേറെ ഒന്നുമില്ല, പേടിയായിട്ട് ചെയ്യുന്നത്. നമുക്ക് എപ്പിസോഡിൽ പോവാം. സോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത് സ്കൂളിൽ എന്തോ ഒരു ടെസ്റ്റ് നടക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെന്നൈ ഒരു വലിയൊരു പാത്രമൊക്കെ പൊക്കിയിട്ടാട്ടോ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഓനിക്ക് സ്വർണ്ണത്തിൻ്റെ ലഡ്ഡു ഉണ്ടാക്കിയിട്ട് നമ്മുടെ പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആക്കുമ്പോഴേക്കും ഒരു കാറ് വന്നിട്ട് അവിടെ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് ഒരാളെ ഭയങ്കര ഇതിൽ ആനയിക്കുന്നുണ്ടാവും. വേറെ ആരെയും നമ്മൾ കുട്ടീനെ കേട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ ചെന്നൈ കൈയാട്ടി ഹായക്കും. പക്ഷേങ്കിൽ ഓൾ വെയിൻ്റാക്കില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ നാണം കെട്ടി കല്ല് വരിക കേട്ടോ. എന്നിട്ട് നമ്മുടെ കുട്ടിയാണെങ്കിൽ നമ്മുടെ ചെക്കൻ്റെ അടുത്ത് കയറി കൂട്ടോ പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെ ചെക്കൻ ശ്രദ്ധിക്കും, ഓൻ്റെ മുകളിൽ കുറച്ച് സിമ്പിൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഓനെ ഒന്ന് ടച്ച് ചെയ്യും, ഓന് ആ സിമ്പിൾ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിനൊക്കെ മുഖം കാണും ഗൈസ്. അപ്പോൾ നമ്മളെ ചെക്കനെ ടച്ച് ചെയ്ത പാടനെ ആ സിമ്പിൾ ഇങ്ങോട്ടോ പോകും കേട്ടോ. ഓനൊരു ടച്ച് മതി ഇതിൽ കാണിക്കണം, ഓനക്ക് അത്രയ്ക്ക് പവറായിട്ടുണ്ടാകും. പക്ഷേ ആ ടച്ച് ചെയ്തപ്പോൾ നമ്മൾ പെണ്ണാകെ തേക്കണേ, ഓളാകെ പ്ലഷായി. ഓള് വിചാരം നമ്മുടെ ചെക്കൻക്ക് ഓളെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ശരിക്കും എനിക്കിനി ഇഷ്ടമാണ് എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് ലാബാണ്. അപ്പോൾ ടീച്ചർ ഓരോ ലാബൊക്കെ കൊണ്ടുപോയിട്ട് ഈ സ്വർണ്ണത്തിൻ്റെ ലഡ്ഡു ഉണ്ടാക്കണ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണിച്ചു കൊടുക്കും. പക്ഷേങ്കിൽ കുട്ടികൾക്ക് ആർക്കും മനസ്സിലാവില്ല, എന്തൊക്കെയോ ടീച്ചർ കാട്ടുന്ന പോലെ തോന്നും. അപ്പോൾ ടീച്ചർ എത്ര ഇൻഗ്രീഡിയൻസ് എത്ര അളവിലാണ് ചേർക്കേണ്ടതെന്നൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കും. ആ കണ്ടിട്ട് കുട്ടികളൊക്കെ ആകെ അന്ന് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്തൊക്കെ ചേർക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി. പക്ഷേ എത്ര അളവെന്നൊന്നും അറിയില്ല. എന്നാലും എല്ലാവരും അറിയണമാർക്കൊക്കെയാണ് ചെയ്യും. എല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഓരോരുത്തർ ഇപ്പോൾ അതായത് നമ്മുടെ കുട്ടിയാണെങ്കിൽ ഒരു വലിയൊരു സാധനം കൊടുത്തിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ നമ്മുടെ ചെക്കന് ഓവനായിരിക്കും. പിന്നെ ഇവനൊരു പ്രത്യേക തരത്തിലുള്ളൊരു മൺചട്ടി അങ്ങനെ എന്തൊരു സാധനം എല്ലാവരും ആയിരിക്കും ഭയങ്കര ആകർഷിച്ചിട്ടുണ്ടാവും. കാരണം അതിനൊരു പവർ വരുന്ന മാതിരിക്ക് ടീച്ചറും കൂടി ആയിക്ക് നല്ല ഇതായിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഇവന് ചെന്നൈ ഓവറായിട്ടേക്ക് സാധനം ഇട്ടുകൊണ്ടുതന്നെ അത് പൊട്ടിത്തെറിക്കും. അത് കണ്ടിട്ട് എനിക്ക് ആകെ നാണക്കേടാവും. അയ്യോ ഓളം മുന്നേ ആകെ നാണം കിട്ടില്ലോ എന്ന് പറഞ്ഞിട്ടും അവൻ അവിടുന്ന് ഓടിപ്പോട്ടോ. അങ്ങനെ ടീച്ചർ ഓൾക്ക് ബ്രേക്ക് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ 4 മണിക്കൂറാവും ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പട്ടി വരും. പട്ടി അതിൻ്റെ ആ പവർ അതിൻ്റെ എനർജി ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചെക്കനിക്ക് എന്തൊക്കെയോ മിസ് ഫീൽ തോന്നിയതുകൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പട്ടി തിരിഞ്ഞൊക്കെ പിന്നെ ഇവിടെ തന്നെ എത്തിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. അവനെ കണ്ട പറഞ്ഞ് നമ്മൾ പട്ടിയോട് മെല്ലെ നൈസിന് സ്കൂട്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ പട്ടി ചാടിയിട്ടുണ്ടാവും നേരെ താഴത്തെ ഫ്ലോർ കേൾക്കും. പക്ഷെ നമ്മുടെ സെക്കൻഡ് നേരത്തെ ഏറ്റവും താഴത്തേക്ക് കയറിക്കുട്ടി ചാടിയിട്ടുണ്ടാവുക. അങ്ങനെ വാങ്ങിയ പറ്റിച്ചാണല്ലോ പട്ടി ഭയങ്കര പ്രൗഡ് ഫീൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ബാക്കത്തെ ഒരു വോയിസ് ഒരു ഹലോ മിസ്റ്റർ എന്താണ് നോക്കുന്നത്, എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണുമ്പോൾ പട്ടിയുടെ കോരി തരിക്കും കേട്ടോ. വേറെ ആരുമല്ല നമ്മുടെ ചെക്കനായിരിക്കും. അങ്ങനെ ഒരു പട്ടീനെയൊക്കെ തൂക്കിയിട്ട് പുറത്തേക്ക് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചെന്നീനായിരിക്കും. ഓനാകെ നാണം കെട്ടിട്ട് ഞാൻ ഈ വൈക്കില്ല പറഞ്ഞിട്ട് ഒരുമാതിരി മണ്ടൽ ആ മണ്ടൽ നമ്മൾ ഗേൾസിൻ്റെ ഒക്കെ സ്കേർട്ടൊക്കെ നൈസിന് ഒന്ന് പാടും കേട്ടോ. എന്നിട്ടോ ഉണ്ടായ കാര്യങ്ങളും ഇനി ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കും. കാരണം ഇവനിത് ഈ പാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ടുള്ള ഒരു ചങ്ങാതിൻ്റെ അടുത്ത് നിൽക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അയാൾ എന്തായാലും എൻ്റെ തല പൊട്ടുന്നു എനിക്ക് ഉറപ്പാണ്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകെ ബേജാറായിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങനെ സീൻ മാറും. അതിന് അടുത്ത സീനിൽ കാണിക്കുക നമ്മുടെ ചെക്കന് ആ കുപ്പിയില്ല അതൊന്ന് വാഷ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാനായിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ തലയും വിചാരിക്കും ഇവനെന്തോ എൻ്റെ ആ ലഡു കടത്താനാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഓന് ഷൂട്ട് ചെയ്ത് നിൽക്കും. ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. അതിൽ പോയിസൺ ആയിരിക്കും കേട്ടോ. ചെന്നൈന് ഫുള്ള് ഇപ്പോൾ നടന്നൊക്കെ ബാഡായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഓനിക്ക് ഭയങ്കര ഒക്കെ പാടിയൊക്കെ ബേജാറാവും. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മുടെ കുട്ടിക്ക് ഇഷ്ടം മറ്റോനെയാണ്. അപ്പോൾ ഓളെന്തായാലും ഓൻ്റെ അടുത്തേക്കാണ് പോവുക. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു ലഡു പോലും ഉണ്ടാക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കളിയാക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഓൻ എന്തോ വശീകരിച്ച മാതിരിക്ക് ഓൻ നമ്മളെ ചെക്കനെ കാട്ടാൻ വേണ്ടിയിട്ടാണ് പോകും. അപ്പോൾ സീന് മാറിയിട്ട് ഇവരെ കാണിക്കുമ്പോൾ ഇവരുണ്ടാളും ഇങ്ങനെ നമ്മുടെ ചെക്കനെ പറഞ്ഞു കൊടുക്കാൻ നോക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ലടാ, ഞാൻ ഇങ്ങനെ പട്ടി ഇതാക്കാൻ നോക്കി. പിന്നെ പട്ടിക്ക് അതല്ലേ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ ചൂടായിട്ട് നേരെ ഇവൻ്റെ മേത്തേക്ക് പോയിസൺ ഷൂട്ട് ചെയ്യും. പക്ഷെ ഇവൻ നൈസിന് അതങ്ങോട്ട് മാറും. പക്ഷെ നേരെ ചെന്ന് കൊള്ളുക ചെന്നീൻ്റെ വായിക്കായിരിക്കും കേട്ടോ. ചെന്നീൻ്റെ ആ പോയിസൺ കൊണ്ട് വായിക്ക് പോയതുകൊണ്ട് തന്നെ അവന് ബോധം കിട്ടുമോ കേട്ടോ. അതിൽ നമ്മുടെ തനിക്കുട്ടനാകെ ബേജാറാവും. അയ്യോ ഞാനിപ്പോൾ എന്താ കാട്ടി ഞമ്പനില്ലല്ലോ ആക്കാൻ നോക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെക്കനെ നല്ല കൂളായിട്ട് വന്നിട്ട് ഓനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ മറ്റേ സമയമില്ല. മറ്റവനക്ക് തീരെ വന്ന വിശ്വാസം ഉണ്ടാവില്ല. ഇങ്ങനെയൊന്നും കാട്ടാൻ നിൽക്കണ്ട, വായുവിനെ എടുക്കുക, നമുക്ക് ലാബിൽ പോയിട്ടൊക്കെ സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടാളും എടുത്തിട്ട് ലാബ് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ
ഇവനെ നമുക്ക് ഇനി മൂട്ടെന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ മൂട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, എന്താ ഭയങ്കര ഹാർഡായിട്ടുള്ള പോയിസണൊന്നുമല്ല, ഭയങ്കര കെമിക്കലൊന്നുമല്ല, അത് കുറച്ച് കയറുള്ളൂ, പക്ഷേ അവസാനം ഇതൊന്നും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇതൊരു പ്രശ്നമാവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂട്ടും ഇങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ ചെക്കന് അത് വെച്ചിട്ട് തന്നെ ഒരു ആൻറ്റിഡോട്ട് ഉണ്ടാക്കും കേട്ടോ. വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ പാത്രത്തിലായിരിക്കും കേട്ടോ. അങ്ങനെ ആ പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ 4 മണിക്കൂർ എടുക്കും. പക്ഷേങ്കിൽ 2 മണിയാകുമ്പോൾ കയറാനും പറഞ്ഞു മിസ്സ്. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അപ്പോഴത്തേനും ഇത് ഉണ്ടാക്കണമല്ലോ, അപ്പോഴത്തേനും എൻ്റെ ഇതിൽ കയറും എന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പട്ടി പിന്നെയും നല്ല അത് തിന്നാൻ വേണ്ടിയിട്ട് വരാൻ നോക്കൂട്ടോ. അപ്പോൾ അത് കാണുമ്പോഴാണ് നമ്മൾ മൂട്ടുക്ക് മനസ്സിലാവുക നമ്മുടെ ചെക്കൻ പറഞ്ഞ സത്യമാണ്. അപ്പോൾ കുറേ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അറ്റാക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് ടൈം ഒന്ന് ചേഞ്ചാവും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും നമ്മളെ പട്ടിയുടെ വേറെ പറഞ്ഞാൽ ടൈം ചേഞ്ച് ആക്കലാണ്. അപ്പോൾ പട്ടിനെ യൂസ് ചെയ്തിട്ട് 4 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കേണ്ട ആ ആൻറ്റിഡോട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പട്ടിയാണ് എൻ്റെ ആവശ്യം കഴിഞ്ഞില്ല, ഇനി ഇന്നൊന്ന് വെറുതെ വിട്ടോക്കാറ്. അപ്പം ഇവരൊക്കെ മൈൻഡിലൊരു ഐഡിയ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പട്ടി കുറച്ച് വിഷം കൊടുത്തിട്ട് പട്ടിന് മീത്തി ആൻറ്റിഡോട്ട് പരീക്ഷിച്ചിട്ട് പട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റവർക്ക് കൊടുക്കണ്ട എന്ന് വിചാരിക്കും. അങ്ങനെ പട്ടിക്ക് കൊടുക്കും. പട്ടിക്ക് കൊടുത്തിട്ട് പട്ടി മരിക്കുന്നില്ല, പട്ടിക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെന്നൈനും കൊടുക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ടീച്ചർ വരുന്ന സൗണ്ട് കേൾക്കുക. അതിൽ നമ്മളെ ചെക്കന്മാർ എന്തെങ്കിലും ഇപ്പോൾ കാട്ടുക എന്നൊക്കെ വിചാരിച്ച് ചെന്നൈ അവിടെ ഇങ്ങനെ കിടക്കല്ലേ. അപ്പോൾ ഇവർ രണ്ടാളൊരു പ്ലാൻ ഇടും. കാരണം എന്താ വെച്ചാൽ മൂട്ട് പുറത്ത് പോയിട്ട് ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ടൈം കൊണ്ട് നമ്മുടെ ചെക്കന് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ ടീച്ചറിന് പെട്ടെന്ന് കയറി വരുമ്പോൾ നമ്മുടെ ചെക്കനെയും കാണില്ല, അതുപോലെ തന്നെ ചെന്നും ഉണ്ടാവില്ല. അങ്ങനെ ടീച്ചർ ആ ഇവൻ്റെ കുപ്പിയിൽ കൈയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല സ്വർണ്ണത്തിൻ്റെ ലഡു കിട്ടും. മറ്റവൻ്റെ ഓവന് തുറന്ന് നോക്കുമ്പോൾ അതിൽ കരിഞ്ഞ് പുറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇവന് വിചാരിക്കും നമ്മുടെ ചെക്കന് ഇവൻ്റെ കരിഞ്ഞ് നമ്മുടെ ചെന്നിൻ്റെ കരിഞ്ഞത് കൊണ്ടുപോയിട്ട് ഓൻ്റെ ഇതിൽ വെച്ചിട്ട് ഇവൻ്റെ സ്വർണ്ണത്തിൻ്റെ ലഡു നമ്മുടെ മൂട്ടുവിൻ്റെലേക്ക് വെച്ചിട്ടാണെന്നാണ്. അപ്പോൾ ഇവന് ഇത് നല്ല ചെക്കനാണ്, അങ്ങനെ ഇങ്ങനെ ഇവനക്ക് ഇത്രയ്ക്ക് നല്ല ട്രൂ ഫ്രണ്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ നമ്മുടെ ചെക്കനക്ക് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടായി കാണിക്കുക. ഇവൻ്റെ ഇതിൽ ഓവന് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഓൻ്റെ തന്നെയാണ്, മറ്റോൻ്റെ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ മറ്റോൻ്റെ തന്നെയാണ്. ഇവൻ ഇതിൽ വെള്ളം നനച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ട്രാൻസ്മിറ്റ് ആയിട്ട് മറ്റേ എന്താ പറയുക സ്വർണ്ണത്തിൻ്റെ ലഡു നല്ലപോലെ തന്നെ ഇരിക്കും. പിന്നെ അത് അവിടെ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ആൻറ്റിഡോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ ചെന്നിന് വേണ്ടി ഇട്ടിട്ടുള്ളത് ആ മറ്റവൻ്റെ പാത്രത്തിലായിരിക്കും കേട്ടോ. പിന്നെ കാണിക്കുന്ന മൂട്ട് പറയും എൻ്റെ ആ പാത്രം മറ്റേ നമ്മുടെ ചെക്കൻ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ടെന്ന് പറയും. അതിൽ ഇവൻ ഇത്ര നല്ല ആളായിരുന്നു, ഇവൻ്റെ ട്രൂ ഫ്രണ്ട് തന്നെയെന്ന് വിചാരിച്ചിട്ട് അതുപോലെ രണ്ടാളും ഫ്രണ്ട്സ് ആവും. അപ്പോൾ ഈ എപ്പിസോഡ് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്.